അനീതി ഒരിക്കലും സഹിക്കാവുന്നതല്ല. എന്നാൽ അങ്ങനെ വന്നാൽ സഹിക്കാതെ എന്ത് ചെയ്യും? അന്യായം സഹിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ആയുസ്സിൽ പല വിധത്തിലുള്ള അന്യായങ്ങളെ നിങ്ങൾ നേരിടുന്നുണ്ടാകാം. നിങ്ങളുടെ സുഹൃത്തുക്കളും ശത്രുക്കളും നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു കാര്യം. നിങ്ങൾ അവരോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും നിങ്ങളെ അവർ അഭിനന്ദിച്ചില്ല എന്ന് വന്നേക്കാം. നിങ്ങളുടെ സേവനങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന പ്രതിഫലം നൽകാതെ നിങ്ങളെ അവഗണിച്ചു എന്നും വന്നേക്കാം. നിങ്ങളുടെ നല്ല നല്ല ആശയങ്ങളെ അംഗീകരിക്കാതെ തട്ടിക്കളഞ്ഞ് കുഴിച്ചുമൂടി എന്ന് വന്നേക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം മോഷ്ടിച്ചു എന്ന് വന്നേക്കാം. ഇതെല്ലാം സ്വാഭാവികമായി ഏറെ നിരാശപ്പെടുത്തുന്ന അനുഭവമാകാം. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പലരും നിരാശപ്പെട്ട് വിഷാദ രോഗത്തിന് കീഴ്പ്പെടുകയാണ് പതിവ്. എന്നാൽ നമ്മുടെ സകല നന്മ പ്രവൃത്തികളും അതിൻ്റേതായ ആഴത്തിൽ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഗ്രഹിച്ച് അവനെ സ്തുതിക്കുക മാത്രമാകുന്നു നമുക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലും ചെയ്യുവാൻ കഴിയുന്നത്. നമുക്കെന്ത് പ്രതിഫലം എപ്പോൾ തരയണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ. ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഉറപ്പുള്ളത് തൻ്റെ ന്യായം ദൈവത്തിൻ്റെ കയ്യിലാകുന്നു എന്നതത്രേ. നമ്മെ ന്യായീകരിക്കുവാൻ നാം ദൈവത്തെ ആശ്രയിക്കാതിരുന്നാൽ നാം കയ്പിലും സ്വയസഹതാപത്തിലും താണുപോകും. അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നു. മറിച്ച് നാം ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ നമുക്ക് ദൈവസമാധാനം അനുഭവിക്കുവാനും മറ്റുള്ളവർ നമ്മോട് പെരുമാറുന്നതിനെ ഓർത്ത് ആകുലപ്പെടാതിരിക്കുവാനും കഴിയും. അതാണ് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഈ ഉറപ്പുണ്ടായിരുന്ന ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ചില അനുഭവങ്ങളിലൂടെ പോയപ്പോൾ പാടിയ 9-ാം സങ്കീർത്തനം ഇന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസവും ഉറപ്പും നൽകുന്നതാണ് അതിലെ വാക്കുകൾ. വേദനയുടെ മധ്യത്തിൽ ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നതാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിതാനുഭവമായി അത് തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആ സങ്കീർത്തനം നോക്കാം. ഇന്ന് 9ഉം 10ഉം സങ്കീർത്തനങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ആ ഭാഗം എടുത്താട്ടെ. ഇതാ അതിമനോഹരമായൊരു സ്തോത്ര സങ്കീർത്തനം നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നു. 9-ാം സങ്കീർത്തനം. മശിഹ സങ്കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്നവയിൽ ആദ്യത്തെ 2 സങ്കീർത്തനങ്ങളുടെ ഇടയിലെ കോവേണി പടികളിലൂടെ നാം ഇതുവരെയും കയറുകയും ഇറങ്ങുകയുമായിരുന്നു. 8-ാം സങ്കീർത്തനമായിരുന്നു അതിൻ്റെ കൊടുമുടി. ഇപ്പോൾ ഇനിയും നാം മലയുടെ മറുവശത്തു കൂടി താഴേക്കിറങ്ങുകയാണ്. പ്രവചനകഥ പറയുന്ന 7 സങ്കീർത്തനങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ താഴോട്ടുള്ള ഇറക്കം. അന്ത്യകാലത്ത് ഇസ്രായേൽ മക്കളുടെ ശേഷിപ്പിന് വരുവാൻ പോകുന്ന കഷ്ടതയുടെ അല്പദർശനവും അധർമ്മമൂർത്തിയുടെ അല്പദർശനവും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. അധർമ്മമൂർത്തി ഇനിയും പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നതേയുള്ളൂ. 9ഉം 10ഉം സങ്കീർത്തനങ്ങൾ പരസ്പരം വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. എബ്രായ ഭാഷയിലെ അക്ഷരമാല ക്രമത്തിലുള്ള സങ്കീർത്തനങ്ങളിൽ ആദ്യത്തേതാണിത്. എബ്രായ അക്ഷരമാലയിലെ തുടർച്ചയായ ഓരോ അക്ഷരത്തിൽ ഇതിലെ ഓരോ വാക്യവും ആരംഭിക്കുന്നു. ഈ ക്രമീകരണം വാക്യങ്ങൾ ഹൃദിസ്ഥമാക്കുന്നതിന് കൂടുതൽ സഹായിക്കുന്നതാണ്. അങ്ങനെ അക്ഷരമാല ക്രമത്തിൽ കൊടുത്തിരിക്കുന്നതിനാൽ ആദ്യകാല തർജ്ജിമകളിൽ പലതിലും 9ഉം 10ഉം സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് ഒരു സങ്കീർത്തനമായി പറഞ്ഞിരിക്കുന്നു. സംഗീത പ്രമാണിക്ക് പുത്രമരണ രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. ഇസ്രായേലിൻ്റെ മധുര ഗായകനായ ദാവീദാണ് ഈ സങ്കീർത്തനവും എഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ ഗോല്യാത്തിൻ്റെ മരണത്തെ കാണുന്നവരുണ്ട്. മറ്റു ചിലർ ഇതിനെ ബത്ശബയുടെ പുത്രൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി കാണുന്നു. എന്നിരുന്നാലും പുത്രമരണ രാഗത്തിൽ എഴുതിയ ഒരു കീർത്തനമാണിത്. ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ
ആദ്യജാതന്മാരുടെ മരണം മിസ്രൈമിൽ സംഭവിച്ചതിനെ ഇത് സൂചിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുവാനാണ് എനിക്ക് കുറെ കൂടി താല്പര്യം. 9-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും, അത്യുന്നതനായുള്ളവേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. വരുവാനിരിക്കുന്ന വിജയത്തെ വളരെ ഭംഗിയായ രീതിയിൽ 8-ാം സങ്കീർത്തനത്തിൽ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്ന ആ പ്രതീക്ഷയോടെയാണ് ദൈവത്തിന് സ്തുതി കരേറ്റുന്നത്. ദൂതന്മാരെക്കാൾ അല്പം താണിറങ്ങി വന്നവനായ കർത്താവിന് സകലവും കാൽക്കീഴാക്കി തീർക്കുന്ന സമയത്തെയാണ് ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത്. മനുഷ്യപുത്രൻ നീതിയിലും സമാധാനത്തിലും സിംഹാസനം ഏറ്റെടുക്കുമ്പോൾ ഈ ഭൂമിയിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് മുൻകൂട്ടി അറിയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ വരാനിരിക്കുന്ന വിടുതലിൻ്റെ വെളിച്ചത്തിൽ അന്ന് ഭൂമിയിലെ സകല മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് പാടുന്ന ഈ സ്തുതിഗീതം നമുക്ക് ലഭിക്കുന്നു. ഇസ്രായേലിലെ വലിയ സംഖ്യയും സഭയും 24 മൂപ്പന്മാരും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ചിത്രം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ലഭിക്കുന്നുണ്ട്. അതേ ചിത്രമാണ് ഇവിടെയും കാണുന്നത്. 3-4 വാക്യങ്ങളിൽ നാം കാണുന്നു, എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു, നിൻ്റെ സന്നിധിയിൽ നശിച്ചു പോകും. നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. 8-ാം സങ്കീർത്തനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന രാജ്യത്തിലേക്കാണ് നാം വീണ്ടും നീങ്ങുന്നത്. അപ്പോൾ സകലവും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കും. മാർട്ടിൻ ലൂതർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോടു കൂടെയുള്ള ഒരു മനുഷ്യൻ ഭൂരിപക്ഷമാകുന്നു എന്ന്. ദൈവത്തെ തൻ്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിനേക്കാൾ താൻ ദൈവത്തിൻ്റെ പക്ഷത്താകുന്നു എന്നുറപ്പാക്കുന്നതിനാണ് അദ്ദേഹം അധികം താല്പര്യം കാണിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, നാം ദൈവത്തിൻ്റെ പക്ഷത്താകുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാം. താൻ പറയുന്ന കാര്യം ശരിയാകുന്നു എന്നുള്ളതായിരുന്നു ദാവീദിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നീതി ദൈവം തന്നെ നോക്കിക്കൊള്ളും, അവനാണ് നമ്മുടെ ന്യായകർത്താവ്. ഈ ആയുസ്സിൽ നാം വളരെ ഏറെ അന്യായങ്ങൾ നേരിട്ടു എന്ന് വന്നേക്കാം. സ്നേഹിതരും ശത്രുക്കളും നമ്മെ അകാരണമായി കുറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം. നാം മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിന്, കരുതലിന് മറ്റുള്ളവർ ശരിയാവണ്ണം പ്രതികരിച്ചില്ലെന്ന് വന്നേക്കാം. നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും സേവനത്തിൻ്റെയും യഥാർത്ഥ വില മനസ്സിലാക്കി നമ്മെ മാനിച്ചെന്നു വരില്ല. നമ്മുടെ നല്ല നല്ല ആശയങ്ങൾ അവഗണിച്ചെന്ന് വന്നേക്കാം. അത് അംഗീകരിക്കുവാൻ ആരുമില്ലാത്ത അനുഭവം ഉണ്ടായെന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കാരണം നാം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ദൈവം കാണുന്നു, അതവൻ ഓർക്കുന്നു. നമുക്ക് പ്രതിഫലം തരേണ്ട സമയവും പ്രതിഫലവും നിശ്ചയിക്കേണ്ടത് കർത്താവാണ്. മനുഷ്യരെ നിർബന്ധിച്ച് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചാൽ അതൊക്കെ അപകടമാകും. നമ്മെ ന്യായീകരിക്കുവാൻ നാം ദൈവത്തെ ആശ്രയിക്കുന്നില്ല എങ്കിൽ നാം സംശയാലുക്കളും സ്വയസഹതാപമുള്ളവരുമായിരിക്കും. നാം ദൈവത്തെ ഈ കാര്യങ്ങൾക്ക് ആശ്രയിച്ചെന്നാൽ നാം ദൈവിക സമാധാനം ആസ്വദിക്കുകയും മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു എന്നും നമ്മെ എങ്ങനെ പരിഗണിക്കും എന്നും ഓർത്ത് ഭാരപ്പെടാതെയും ഇരിക്കും. അതെ, തന്നിൽ ആശ്രയിക്കുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങൾ നടത്തിത്തരുന്ന ദൈവം. വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് തുടർന്ന് പറയുന്നു 5-6 വാക്യങ്ങൾ. നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു, അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായിച്ചു കളഞ്ഞു. ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്ക് നശിച്ചിരിക്കുന്നു, അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു, അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു. ഇത് ന്യായവിധിയുടെ ഒരു ശക്തമായ പ്രസ്താവനയാണ്. ഇന്ന് ന്യായവിധിയെക്കുറിച്ച് ആവശ്യത്തിന് പ്രസംഗിക്കുന്നുണ്ടോ? നരകത്തെക്കുറിച്ചും വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും അധികമൊന്നും ഇക്കാലത്ത് പ്രസംഗിച്ച് കേൾക്കാറില്ല എന്നതാണ് വാസ്തവം. കൂടുതൽ പ്രസംഗങ്ങളും ദൈവജനത്തെ ആശ്വസിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. ന്യായവിധിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്ന ആളിനെ ആ വിഷയം ബാധിക്കുന്നതാകുന്നു. ജനം നശിക്കുന്നത് കൊണ്ടുള്ള ഹൃദയഭാരം അവനുണ്ടായിരിക്കണം. D.L. മൂഡി എന്ന സുപ്രസിദ്ധ ഉണർവ് പ്രസംഗകൻ നരകത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവിശ്വാസിയായ ഒരു മനുഷ്യൻ ഇപ്രകാരമാണ് പ്രതികരിച്ചത്: നരകത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് D.L. മൂഡി ആകുന്നു എന്ന്. നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള പ്രസംഗങ്ങൾ ആവശ്യമായിരിക്കുന്നു എന്ന് മാത്രമല്ല, ശരിയായ ആളുകൾ അവയെക്കുറിച്ച് പ്രസംഗിക്കേണ്ടതാണ്. ഇസ്രായേലിൻ്റെ ശത്രുക്കളെല്ലാം നശിച്ചു പോകും എന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു. തൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ശേഷിപ്പിന് ദൈവം കൊടുക്കുന്ന വിജയമാണിത്. ആദിജാതന്മാർ മിസ്രൈമിൽ കൊല്ലപ്പെട്ടതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നത്ര ഞാൻ കരുതുന്നത്.
ഒരു പുതിയ രാജാവ് മിസ്രൈമിൽ ദൈവജനത്തെ അടിമകളാക്കി വെച്ചു. എന്നിട്ട് ഇസ്രായേൽ ജനത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുവാനായിരുന്നു അവൻ്റെ അടുത്ത ഉദ്യമം. അന്നു മുതൽ ജാതികളെല്ലാം ഇസ്രായേലിന് ശത്രുക്കളായി തിരികെയാണുണ്ടായത്. വിടുതലിൻ്റെ ദിവസം വരുന്നതുവരെ അവർ ഇസ്രായേലിനോടുള്ള ശത്രുത തുടർന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള ഭാഗത്ത് നീതിയുടെ സിംഹാസനവും രാജ്യവും സ്ഥാപിക്കപ്പെടുന്നതായി കാണുന്നു. 7-8 വാക്യങ്ങൾ. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും. അത് ശ്രദ്ധേയമായ കാര്യമത്ര. ഇന്ന് ശരിയായി നീതി നിർവഹിക്കപ്പെടുന്നില്ല. ശരിയായ ശിക്ഷ കുറ്റവാളികൾക്ക് ലഭിക്കുന്നതായി കാണുന്നില്ല. നീതിയാണ് ഇന്ന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. താങ്കളും ഞാനും ചിന്തിക്കുന്നതായിരിക്കേയില്ല യഥാർത്ഥ നീതി. ദൈവമാണ് വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചത്. എനിക്കവയെ തമ്മിൽ വേർപെടുത്തുവാൻ കഴിയുകയില്ല. ദൈവമാണ് അത് ചെയ്യുന്നത്. ശരി എന്താണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ദൈവമത്രേ. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നില്ല എങ്കിൽ താങ്കളുടെ വിചാരം തെറ്റാണ്. ഈ പ്രപഞ്ചത്തിനാവശ്യമായ നിയമങ്ങൾ ദൈവം ഉണ്ടാക്കുന്നു. അതിനെ നടത്തുന്നത് ദൈവമാണ്. യേശുക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ വരുന്ന സമയത്തെ ആ അവസ്ഥയുടെ ഒരു ചിത്രം ഏതാനും വാക്യങ്ങൾക്ക് ശേഷം നമുക്ക് ലഭിക്കുന്നു. 13 വാക്യം. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ. താങ്കളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ കരുണ വളരെ ആവശ്യമാണ്. യേശു വരുമ്പോൾ നീതി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ വഹിച്ചപ്പോൾ അവൻ നമുക്ക് നീതിയായി തീർന്നിരിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ തന്നെ അവൻ നീതി നടപ്പാക്കിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ആവശ്യം കരുണയാണ്. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ നമുക്ക് കരുണ എത്തിച്ചു തന്നിരിക്കുകയാണ്. 14 വാക്യം നോക്കിക്കാട്ടെ. ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ദൈവത്തിൽ നിന്ന് സന്തോഷിക്കുന്ന അനേകരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. 15 വാക്യം. ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി. അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി. ലോകത്തിലെ ജനങ്ങളെ നമുക്ക് നോക്കാം. ലോകത്തിലെ വലിയ ജനതകളൊക്കെയും കുഴിയിൽ താണുപോയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യം. മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. 16-17 വാക്യങ്ങൾ. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു. ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് അഥവാ മരണത്തിലേക്ക് തിരിയും. ദൈവം വെച്ചിരിക്കുന്ന ഒരു വലിയ പ്രമാണമാണിത്. 18 വാക്യം. ദരിദ്രനെ എന്നേക്കും മറന്നുപോകുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നേക്കും ഭംഗം വരികയുമില്ല. ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ ദരിദ്രന് നീതി ലഭിക്കും. ഇന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി അനേക പരിപാടികളുണ്ട്. എന്നാൽ അത് ശരിയായ രീതിയിൽ അവരുടെ പക്കൽ എത്തുന്നില്ല എന്നതാണ് വാസ്തവമില്ലേ? പാവപ്പെട്ടവരായ നാം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തു ഒന്നാമത് ഭൂമിയിൽ വന്നപ്പോൾ ദൈവഹിതം നിവർത്തിപ്പാനാണ് വന്നത്. അവൻ ദൈവമായതുകൊണ്ട് അവൻ വീണ്ടും വരുമ്പോൾ അവൻ്റെ ഹിതം നിറവേറ്റുന്നവനായിട്ടായിരിക്കും വരുന്നത്. അന്ന് അത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവൻ നിറവേറ്റും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല. അവർ മനുഷ്യരിൽ നിന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിന് മാത്രമേ അവരുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. 19 വാക്യം. യഹോവേ, എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുതേ. ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. ജാതികൾ വിധിക്കപ്പെടേണ്ടതായിരിക്കുന്നു എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു.
സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും എന്ന് നാം വായിക്കുന്നു. ഇനിയും 9-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്യം നോക്കാം. യഹോവേ, തങ്ങൾ മർത്യരത്ര എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ഇന്നുണ്ട്. പുത്രമരണ രാഗത്തിൽ എഴുതപ്പെട്ട സങ്കീർത്തനമാകുന്നു ഇതെന്ന് ഓർക്കുക. ഈ പുത്രൻ ഗോല്യാത്തോ ഫറവോനോ ആണെന്ന് താങ്കൾ കരുതിയാലും അവർ രണ്ടുപേരും വരുവാനിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ചെറിയ ചിത്രങ്ങൾ മാത്രമാണ്. അവർ സാത്താൻ്റെ ആളുകളായിരിക്കും. അവർ തന്നെത്താൻ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും. ദൈവം അവസാനം അവരെ താളടിയാക്കും. ഇനി നമുക്ക് 10-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. 10-ാം സങ്കീർത്തനത്തിൽ സാത്താൻ്റെ മനുഷ്യനെ നാം കാണുന്നു. അങ്ങനെ ഈ സങ്കീർത്തനം 9-ാം സങ്കീർത്തനവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ദുഷ്ടനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. 10-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത്? ദുഷ്ടൻ്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു. ഈ വാക്യങ്ങളിൽ ദുഷ്ടൻ്റെ 2 പ്രത്യേക സ്വഭാവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും: അഹങ്കാരവും സ്വയപ്രശംസയും. ആരാണ് യഥാർത്ഥത്തിൽ ദുഷ്ടന്മാരെന്ന് താങ്കൾക്കറിയാമോ? നിഗളം നിറഞ്ഞ മനുഷ്യരാണവർ. തങ്ങൾ വലിയവരാണ് എന്ന് സ്വയം ചിന്തിക്കുന്നവർ. തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ല. അവർ വളരെയധികം പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ്. ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താം എന്ന് പ്രശംസിക്കുന്ന വീരവാദമടിക്കുന്ന ലോക നേതാക്കന്മാരെ താങ്കൾ കണ്ടിട്ടില്ലേ? അവരോട് താങ്കൾക്ക് മതിപ്പാണോ ഉള്ളത്? വലിയ കാര്യങ്ങൾ ചെയ്യാമെന്നവർ അവകാശപ്പെടുന്നു. എന്നാൽ വാസ്തവത്തിൽ അധികമൊന്നും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. പർവ്വതം ഗർഭം ധരിച്ച് എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെയാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം. ദുഷ്ടന്മാരെക്കുറിച്ചും ദുഷ്ടനായ എതിർ ക്രിസ്തുവിനെക്കുറിച്ചും എത്ര നല്ല ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വ്യക്തമായ ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ എതിർ ക്രിസ്തുവിനെ സൂചിപ്പിച്ചിരിക്കുന്നു. നിഗളം അവൻ്റെ ലക്ഷണമാണ്. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു. ദൈവമില്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെയും. ദൈവം ഇല്ല എന്നാകുന്നു അവൻ്റെ നിരൂപണം ഒക്കെയും. എതിർ ക്രിസ്തു ഒരു നിരീശ്വരവാദിയായിരിക്കുമെന്ന്. ദാവീദിൻ്റെ കാലത്താണ് നിരീശ്വരവാദം ഉടലെടുക്കുവാൻ തുടങ്ങിയത്. ആരംഭത്തിൽ നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നില്ല. അവർ വെളിപ്പാടിനോട് ഏറ്റവും അടുത്തായിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ അവർ സംശയിച്ചിരുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ആദാമിനെ അറിയാമായിരുന്ന ആളുകളെ നോഹ അറിഞ്ഞിരുന്നു. സൃഷ്ടിപ്പിനോട് അത്രമാത്രം അടുത്തായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുവാൻ കഴിയുകയില്ല. 10 കൽപ്പനകൾ നൽകപ്പെട്ടപ്പോൾ അവയിൽ നിരീശ്വരവാദത്തിനെതിരായ ഒരു കൽപ്പനയും കൊടുത്തിട്ടില്ല. എന്നാൽ ബഹുദൈവ വിശ്വാസത്തിനെതിരായ കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. 1-ാമത്തെ കൽപ്പന ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്നുള്ളതാണ്. 2-ാമത്തെ കൽപ്പന ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് എന്നാണ് നാം വായിക്കുന്നത്. അനേക ദൈവങ്ങളെ ആരാധിക്കുന്നതിനെതിരായി 2 കൽപ്പനകളുണ്ട്. എന്നാൽ നിരീശ്വരവാദത്തിനെതിരായി യാതൊരു കൽപ്പനയുമില്ല. കാരണം അന്ന് നിരീശ്വരത്വം ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതുവാൻ. എന്നാൽ ദാവീദ് പല പ്രാവശ്യം നിരീശ്വര ചിന്തയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അഹങ്കാരവും പ്രശംസയും സ്വയപ്രശംസയും നിറഞ്ഞ് നിരീശ്വര ചിന്താഗതി, അതെ, അന്ത്യകാലത്ത് എതിർ ക്രിസ്തു അത് വെളിപ്പെടുത്തും. ഇനിയും 5ഉം 6ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അവൻ്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു. നിന്റെ ന്യായവിധികൾ അവൻ കാണാതവണ്ണം ഉയരമുള്ളവ. തൻ്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു. ഞാൻ കുലുങ്ങുകയിൽ ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. തൻ്റെ അഭിവൃദ്ധിയിലും സ്വയം പര്യാപ്തതയിലും പുകഴുന്ന, പ്രശംസിക്കുന്ന ഇന്നത്തെ മനുഷ്യൻ്റെ ചിത്രം കൂടിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന് ദൈവത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. തുടർന്ന് എതിർ ക്രിസ്തുവിൻ്റെ മറ്റ് ചില ലക്ഷണങ്ങൾ കൂടി പറയുന്നുണ്ട്. 7 മുതലുള്ള വാക്യങ്ങൾ. അവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു. മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു.
അവൻ രഹസ്യമായ അഗതിയുടെ മേൽ കണ്ണുവച്ചിരിക്കുന്നു. സിംഹം മുറ്റുകാട്ടിലെന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു. എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു. എളിയവനെ തൻ്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു. അവൻ കുനിഞ്ഞു പതുങ്ങിക്കിടക്കുന്നു. അഗതികൾ അവൻ്റെ ബലത്താൽ വീണുപോകുന്നു. ദൈവം മറന്നിരിക്കുന്നു. അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു. അവൻ ഒരു നാളും കാണുകയില്ല എന്നവൻ ഹൃദയത്തിൽ പറയുന്നു. യഹോവ എഴുന്നേൽക്കണമേ, ദൈവമേ തൃക്കൈ ഉയർത്തണമേ. എളിയവരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന്? നോക്കണേ, അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവൻ ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യുന്നു. ഇല്ലാത്ത ഒരാളെ നിന്ദിക്കുക എന്നത് ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണല്ലേ. ദൈവമില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ നിന്ദിക്കുന്നു എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യം. ഈ വിധത്തിൽ നിന്ദയും എതിർപ്പും ഉണ്ടാകണമെങ്കിൽ ദൈവം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാകുന്നു, ഇല്ലേ? നീ ചോദിക്കയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന്? എന്താണ് ഇതിൻ്റെ അർത്ഥം? അവൻ പറയുന്നത് ന്യായവിധി എന്നൊന്നില്ല എന്നാണ്. ദൈവമില്ല എന്ന് പറയുന്ന അനേകം ആളുകളെ ഇക്കാലത്ത് നാം കണ്ടുവരുന്നു. അല്ല, ദൈവം ഉണ്ടെന്ന് വെച്ചാൽ തന്നെയും അവനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കത്തക്ക വിധം അവൻ മനുഷ്യനിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. ഇതാണ് അവർ പറയുന്നത്. ന്യായവിധി ഉണ്ടായിരിക്കുകയില്ല എന്ന കാര്യത്തിൽ അവർക്ക് നല്ല ഉറപ്പാണ്. ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. നാം അതിനോട് അടുക്കും തോറും മനുഷ്യൻ അതിലുള്ള വിശ്വാസം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി 14 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കണ്ടിരിക്കുന്നു. അഗതി തന്നെത്താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു. അനാഥന് നീ സഹായിയാകുന്നു. ദുഷ്ടൻ്റെ ഭുജത്തെ നീ ഒടിക്കണമേ. ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ. യഹോവ എന്നേക്കും രാജാവാകുന്നു. ജാതികൾ അവൻ്റെ ദേശത്തു നിന്ന് നശിച്ചു പോയിരിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന്. യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എതിർക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവവചനത്തിൻ്റെ മറുഭാഗങ്ങളിൽ പ്രവചനപരമായും ചരിത്രപരമായും നമുക്ക് ലഭിക്കുന്ന സത്യങ്ങളെ വിശദീകരിക്കുന്ന ശ്രദ്ധേയമായ സങ്കീർത്തനങ്ങളാണ് ഈ 9ഉം 10ഉം സങ്കീർത്തനം എന്ന കാര്യം നാം ഓർക്കണം. എന്തെല്ലാം സംഭവിച്ചാലും സങ്കീർത്തനക്കാരനോടുവിൽ പറയുന്നത് യഹോവ എന്നേക്കും രാജാവാകുന്നു. യഹോവ എന്നേക്കും രാജാവാകുന്നു. യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു. എത്ര മനോഹരമായ ഒരു ഉപസംഹാരമല്ലേ. സങ്കീർത്തനങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ ഒരുപക്ഷെ അത് ആരംഭിക്കുന്നത് ഭയത്തോടും അല്പം പരിഭവത്തോടും നിരാശയോടും ഒക്കെ ആയിരിക്കാം. എന്നാൽ അവസാനിക്കുന്നത് എപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം ഒന്നുകൂടി ഉറപ്പാക്കിക്കൊണ്ടാണ്. താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്ന സമയങ്ങൾ വാസ്തവത്തിൽ വിലപ്പെട്ടതായി കണ്ട് അതിൽ തന്നെ തുടരുവാൻ സാധിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അവനിൽ ആശ്രയിക്കുകയല്ല, പിന്നെയോ ദൈവത്തിലുള്ള ആശ്രയം നാം ശക്തമാക്കി മുൻപോട്ട് കൊണ്ടുപോകുക. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം ശക്തമാകുമ്പോൾ മാത്രമേ നമുക്ക് മടുത്തു പോകാതെ മുൻപോട്ട് പോകുവാൻ കഴിയൂ. നാം നമ്മിൽ തന്നെ ആശ്രയിക്കുമ്പോൾ, നമ്മുടെ കഴിവുകളിലാകട്ടെ, നമ്മുടെ ബുദ്ധിയിലാകട്ടെ, നമ്മുടെ വികാരങ്ങളിലാകട്ടെ, നമ്മളുടെ ഇഷ്ടങ്ങളിലാകട്ടെ, നാം ആശ്രയിക്കുമ്പോൾ വാസ്തവത്തിൽ അത് നമ്മെ കൂടുതൽ നിരാശയിലേക്ക് കൊണ്ടുപോകും. ദൈവമാണ് ഈ അവസരം എൻ്റെ ജീവിതത്തിൽ വരുത്തിയത്. അതുകൊണ്ട് ദൈവത്തിന് അതൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിവർത്തിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നാം സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വമെടുക്കും. നമ്മുടെ ജീവിതം ധന്യമാകും. ഇന്ന് നാം പഠിച്ചതായ ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങൾ തീർച്ചയായും നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അത് കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള അനുഭവങ്ങളിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. മറക്കാതെ ഓരോ പ്രോഗ്രാമും പഠിക്കുവാൻ ഞങ്ങളോടൊപ്പം കൂടണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.